എല്ലാ പ്രേക്ഷകർക്കും നോക്കും വാക്കിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ നോക്കും വാക്കിലൂടെയും കാണുന്നത് സാംസ്കാരിക കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒപ്പം തന്നെ ആത്മീയ മേഖലയുടെ നിറസാന്നിധ്യവുമായിട്ടുള്ള ചിത്രകാരനും കാർട്ടൂണിസ്റ്റും മോട്ടിവേഷൻ പരിപാടിയുടെ ഒരാത്മീയ ഗുരുവും വൈവിധ്യങ്ങളാർന്നിട്ടുള്ള മേഖലകളിലൂടെ നിറസാന്നിധ്യമായി മാറിയിട്ടുള്ള ഫാദർ ജോസ് പുന്നമടമാണ്. അച്ഛോ നമസ്കാരം. നമസ്കാരം. ഈ മറ്റുള്ള മേഖലകൾ നോക്കിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർട്ടൂണ് അതുപോലെ ചിത്രരചന പോലുള്ള കാര്യങ്ങളിൽ ഈ ആത്മീയ പുരോഹിതർ വളരെ വിരളമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അച്ഛൻ എങ്ങനെയായിരുന്നു ഇത് ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു ഈ ചിത്രം വരയ്ക്കുന്നതിലും അതുപോലെ പെയിന്റിങ് അതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? ചെറുപ്പം മുതൽ വരയ്ക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നു. പടങ്ങൾ വരയ്ക്കുമായിരുന്നു, പിന്നെ കാർട്ടൂണുകൾ വരയ്ക്കുമായിരുന്നു. അത് നമ്മുടെ പഠന പുസ്തകങ്ങൾ സോഷ്യൽ സ്റ്റഡീസ് ബുക്സിലെ ശിവാജി, അശോകൻ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ വരച്ച് എൻ്റെ പിതാവിനെ കാണിക്കുമായിരുന്നു. അപ്പോൾ അന്നേരം പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ചെറുപ്പം പോലെ വരയ്ക്കുമായിരുന്നു. ഈ ചിത്രരചന എന്ന് പറയുന്നത് അത് അക്കാഡമിക്കലായിട്ട് അച്ഛൻ പഠിക്കാൻ പോയിട്ടുണ്ടോ? എങ്ങനെയാണ്? ചിത്രരചന പഠിച്ചിട്ടുണ്ട്. കാരണം ബോംബെയിൽ പഠിക്കുന്ന സമയത്ത്, ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂൾ ഓഫ് ആർട്സിലെ ഒരു ദീക്ഷിത്തിൻ്റെ കീഴിൽ ചിത്രരചന പഠിച്ചിട്ടുണ്ട്. കൂടാതെ കോട്ടയത്ത് ആയിരുന്ന സമയത്ത് എണ്ണച്ചായചിത്രങ്ങൾ വരയ്ക്കുന്ന മാമൻ സാറിൻ്റെ കീഴിലും വർക്ക് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവർ ഗുരുക്കന്മാരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാമൻ സാറിനെയൊക്കെ ഞാൻ ഗുരുവായിട്ട് കാണുന്നുണ്ട്. ഈ പുരോഹിത ജോലി വൃത്തിയിലാണല്ലോ. അപ്പം ഈ സഭയിൽ ഇപ്പം മാർത്തോമാ സഭയിലെ ഒരു പുരോഹിതനാണ് അച്ഛന്. അപ്പോൾ ഈ സഭയുടെ ഒരു നിലപാട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ, ഈ കലാപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? പിന്നെ ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ട്. കാരണം പ്രകൃതി ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിയെ ഉണ്ടാക്കിയ ദൈവം, എൻ്റെ വിശ്വാസം അനുസരിച്ച് ആ ദൈവം ഒരു കലാകാരനാണ്. കാരണം ബൈബിളിനകത്ത് പറയുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ കരവിരുതാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ പറയുന്നത് സഭയിൽ തന്നെ ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ട്. ഞാൻ സാധാരണ പറയുന്നത്, നെടുകയും കുറുകയും ഒരു വരയുണ്ടെങ്കിൽ ഇതൊരു ക്രോസാണ്. ആ ക്രോസിൽ എപ്പോഴും ക്രൈസ്റ്റ് ഉണ്ട്. ക്രൈസ്റ്റിൻ്റെ സാന്നിധ്യം ക്രൂസിഫിക്ഷൻ അത് കാണുന്നുണ്ട്. അപ്പം സഭ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വന്ന വഴികളിലെല്ലാം മെത്രാപ്പൊലീത്താമാരുടെയും സഭയുടെയും പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ജനങ്ങളും അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സഭയുടെ പ്രോത്സാഹനം ഏറെയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇന്ന് നമ്മൾ കാട്ടിക്കൊടുക്കുന്നത്. കാർട്ടൂണാണെങ്കിലും ചിത്രരചനയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എണ്ണച്ചായചിത്രം വരയ്ക്കുന്ന സമയത്ത് ദൈവം നമുക്ക് തന്ന കൃപാപരമായി ദൈവത്തിൻ്റെ വരദാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ പലപ്പോഴും ഈ കാർട്ടൂൺ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈ ആക്ഷേപഹാസ്യം, അതായത് പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ വരകളിലൂടെ അച്ഛൻ ഏത്തരം രീതികളാണ് അവലംബിക്കുന്നത്? ഞാൻ കാർട്ടൂണിനകത്തൂടെ ഞാൻ ചെയ്യുന്നത് ഒരു നീതിബോധം ഉണ്ടാക്കി കൊടുക്കുക, സമൂഹത്തിലെ അപജയങ്ങളെ വരച്ച് കാട്ടുക. അപ്പോൾ ഞങ്ങൾ കാർട്ടൂൺ അക്കാഡമിയിലെ ഒരു അംഗമാണ് ഞാൻ. പ്രത്യേകിച്ച് നിർവാഹക സമിതിയിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു അച്ഛനായതുകൊണ്ട് എല്ലാം വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ചിലത് വരയ്ക്കുന്നുണ്ട്. വരയ്ക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രവാചക ദൗത്യം, ദൈവം എപ്പോഴും പ്രവാചകന്മാരെ ലോകത്തിലാക്കിയത് നീതിബോധം വിളിച്ചു പറയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആ ദൗത്യമാണ് എൻ്റേത്. ചിലപ്പോൾ വിമർശനം ഉണ്ടാകും, ചിലപ്പോൾ ചില ആൾക്ക് ഇഷ്ടമല്ലാവും. എല്ലാ കേസുകളിലും ഇടപെടുന്ന സമയത്ത് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അച്ഛനെന്ന നിലയിൽ. എന്നാൽ പോലും ചിലത് വരച്ച് കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഉൾവിളിയാണ്. ദൈവികമായ അവബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ദൗത്യമാണ്, പ്രവാചക ദൗത്യമാണ്. തെറ്റിനെ ചൂണ്ടിക്കാണുക. അത് ഈ വരയ്ക്കുന്ന സമയത്ത് സൗന്ദര്യം പോകാതെ വരയ്ക്കണം എന്നുള്ളത് ഞാൻ നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം ക്രിസ്തോസ് തിരുമേനിയൊക്കെ വരയ്ക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകും. കാരണം ടോംസ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം പോലെ ഭവൻമോളി ഞാൻ വായിക്കുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായി, ക്രിസ്തോസ് തിരുമേനി എനിക്ക് വരയ്ക്കാൻ പ്രയാസമാണ്. കാരണം അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ വരച്ച് വികലമാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് റിയാക്ഷൻ ഉണ്ടാകും. ടോം സാറിൻ്റെ ഒരു ചിന്ത ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ നല്ലൊരു മുഖം വൃത്തികേടായി വരയ്ക്കും. കാർട്ടൂൺ എന്ന് പറയുമ്പോൾ രേഖാചിത്രങ്ങളാണ്.
കാരിക്കേച്ചർ വികട ചിത്രമാണ്. എന്നാൽ സൗന്ദര്യം പോലെ തന്നെ നമ്മൾ ചിലത് വരച്ച് കാട്ടാൻ ശ്രമിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇപ്പം കാർട്ടൂണിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അസഹിഷ്ണുത വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊരു ലിമിറ്റേഷനാണ്, ഇതൊരു വെല്ലുവിളിയും കൂടാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുരോഹിതൻ്റെ ദൗത്യമാണിത്. അത് ദൈവത്തിൻ്റെ കൈയൊപ്പായി ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ കാരിക്കേച്ചറുകൾ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ജനകീയത എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ കാണുമല്ലോ. അത്തരം രീതി അവലംബമാക്കാറുണ്ടോ? ജനകീയത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരച്ച് ഇപ്പം പോസ്റ്റ് ചെയ്യാനിപ്പോൾ സംവിധാനങ്ങൾ ഒത്തിരിയുണ്ട്. പണ്ടാണെങ്കിൽ പത്രങ്ങളിൽ കൊടുക്കണമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ടി വിയിൽ നമുക്ക് അവസരങ്ങളുണ്ടാവും. അങ്ങനെ വരുന്ന നമുക്ക് ഇൻ്റർവ്യൂവിൽ കൂടെ ഒക്കെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വരെ കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പേര് സ്റ്റോറി വ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 500 പേര് കാണുകയാണെങ്കിൽ നമുക്കറിയാം ഈ പടം നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില ആളുകൾ ചോദിക്കും ഇതിനകത്ത് എന്തോ നർമ്മം ഇരിക്കുന്നു, പരോക്ഷമായി വിമർശിക്കുന്ന ആളുണ്ട്. കാരണം ഒരുപക്ഷെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളായതുകൊണ്ടായിരുന്നു. അല്ല, അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ ഈ നർമ്മം ചാലിച്ച് ഈ കാരിക്കേച്ചറുകൾ വരയ്ക്കാൻ പോലും? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, അതിനൊന്നുമില്ല. നമുക്ക് ശരിക്കും ഒരു സൃഷ്ടിയാണ് വരയ്ക്കുന്നത്. നമ്മൾ ഒരാളെ വരയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തോട് നോക്കിയിരുന്നു, അദ്ദേഹത്തെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് വരയ്ക്കുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, പിന്നെ അദ്ദേഹത്തിനെ ധ്യാനിച്ചുകൊണ്ടാണ് ശരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്മസ് തിരുമേനിയെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റൈലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വസ്ത്രത്തിൻ്റേത്, അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ്, അദ്ദേഹത്തിൻ്റെ സംസാര രീതി എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പം അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ ജനങ്ങൾ കുറേയൊക്കെ നമ്മളെ അംഗീകരിക്കുന്നതിൻ്റെ തെളിവാണ് ഒരുപക്ഷെ ലൈക്ക് ഇടുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. അന്നേരം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അപ്പം മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. മുൻകാലങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു മാഗസിനിൽ പോയിട്ട് വരച്ചു കൊടുക്കും, കോട്ടയത്തിരുന്നൊക്കെ വരച്ചു കൊടുക്കും. മറുപടി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു സമ്മാനം കൂടെ അതിൻ്റെ കൂടെ കിട്ടുമായിരുന്നു, ഒരു മണി ഓർഡറായിട്ട്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഒരു 100 രൂപ അന്നത്തെ കാലത്ത് തരുമായിരുന്നു, 88, 9 ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യാൻ സുഖമുണ്ട്. സോഷ്യൽ മീഡിയ അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. പബ്ലിഷർ നമ്മൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നു, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉടൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ചില സന്ദർഭങ്ങളിൽ വൾഗറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും എന്തും ആരെയും പറയാവുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്, റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് ബോധ്യമുണ്ടായി തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ ഇടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനൊരു മാധ്യമ വിദ്യാർത്ഥിയാണ്, മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്തൊരു വിദ്യാർത്ഥിയാണ്. പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, 2 സെമിനാറുകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആരെയും ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് ഉപാധിയായിട്ട് മാറുന്നു എന്നൊരു ഒരു കാര്യമാണ് ദുഃഖകരമായിട്ടുള്ളത്. ഈ അച്ഛൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പുരോഹിതനാകും അങ്ങനെ ഒരു ചിന്ത അത് നാച്ചുറലി വന്നതാണോ അതോ എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൗരോഹിത്യ പാരമ്പര്യം, പിന്നെ പ്രത്യേകിച്ച് പള്ളിയിലിരിക്കുന്ന അച്ഛനായിരുന്നു നമ്മുടെ എല്ലാം. അച്ഛനൊരു ഗുരുവായിരുന്നു. ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ആശാൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു. പന്തുവഴി ആശാൻ, എൻ്റെ ഒരു ബുക്ക് അദ്ദേഹത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അപ്പോൾ എനിക്ക് ഇവരുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ പൗരോഹിത ശുശ്രൂഷയിലേക്ക് വരണമെന്നുള്ളത് പള്ളിയിലെ അച്ഛൻ്റെ ഒരു സ്വാധീനം, അച്ഛന്മാരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും കലയോട് നമുക്ക് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. സ്കൂൾ ഡ്രാമ, കോളേജിൽ ഡ്രാമ, പിന്നെ വര, എഴുത്ത്. ഹിന്ദുസായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയുന്നത് വര നല്ലതാണ്, നീ വരച്ചത് നന്നായിരിക്കുന്നു, കാർട്ടൂൺ നല്ലതായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുരോഹിതനായില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനായി മാറിയനെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. കാരണം രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് അത് രണ്ടും ബ്ലെൻഡാക്കിക്കൊണ്ടാണ് പോകുന്നത്. അത് ബ്ലെൻഡാക്കിക്കൊണ്ട് പോകുന്നതിനകത്തൊരു സുഖമുണ്ട് നമുക്ക്. പുരോഹിതനായിരിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ്, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വൈദികർക്കിടയിലെ കാർട്ടൂണിസ്റ്റിടയിലെ വൈദികൻ എന്നൊക്കെ പറയുന്ന പത്രവാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുരോഹിതനാകണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എനിക്കെന്തോ ഒരു താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നു, ദൈവികമായ ഒരു അവബോധം ഉണ്ടായിരുന്നു, വീട്ടിലെ പ്രോത്സാഹനം, അച്ഛന്മാരുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പെയിന്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഓയിൽ പെയിന്റ് ചെയ്യുന്നുണ്ട്, അത് സീനറി ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ചില വിഷയം വെച്ചിട്ട് ചില പടങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതൊക്കെ പഠിക്കാനായിട്ടൊരു അവസരം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഈ മാധ്യമം എല്ലാം തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള അവബോധമുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്.
ഈ ഇത് വരകളിൽ ഇതിപ്പോൾ ഈ പറഞ്ഞ കാർട്ടൂണ് ആണോ അച്ഛന് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ കാർട്ടൂണുകളാണോ അതോ പെയിൻറ്റിങ് ആയിട്ടുള്ള അതിലാണോ? രണ്ടും എനിക്ക് താല്പര്യമുണ്ട്. കാരണം രണ്ടും tedious ആയിട്ടുള്ള ജോബ്. ഇപ്പോൾ ഓയിൽ പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു tedious ആയിട്ട് ജോബാണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണും. വീട്ടിലൊന്നും ഫ്രെയിം ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും. കാരണം ഞാനിതിൻ്റെ കാര്യം കാണുന്നത് പൗരോഹിത്യൻ്റെ ദൗത്യമാണ്, കല എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ തന്നെ കാർട്ടൂണ് വര, ഓയിൽ പെയിൻറ്റിങ് വര, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റ് 2 പള്ളികൾ നേരത്തെ ഇരുന്ന ബ്രിട്ടൻ പള്ളിയിൽ, ലണ്ടൻ പള്ളിയിൽ ഒരു പെയിൻറ്റിങ്ങിന് ഏകദേശം 5000 പൗണ്ട് ലേലം ചെയ്തു. വലിയ സംഭവം ഒന്നല്ലെങ്കിലും താല്പര്യം കൊണ്ട് അവർ ലേലം വിളിച്ചു. ഒരു സോഷ്യൽ വർക്കിന് വേണ്ടി അത് കൊടുത്തു, സഭയുടെ ഒരു സോഷ്യൽ വർക്കിന് വേണ്ടി കൊടുത്തു. ഡൽഹി വെച്ചും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സോഷ്യൽ വർക്കിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അവർ ലേലം വിളിക്കുന്നു, ബോംബെ സ്റ്റൈൽ, അമേരിക്കൻ സ്റ്റൈൽ ലേലം വിളിച്ച് കിട്ടി. അപ്പോൾ ഇത് 3 കൂടെ ഞാനുണ്ട്. ഇത് കൂടാതെ എഴുത്തുമുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വരദാനമാണിത്, ബോധ്യം ഉണ്ട്. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു പേന ആകണം. അതെൻ്റെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ആരോഗ്യം കിട്ടുമ്പോൾ ചെയ്യുന്നു. ഈ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഈ മലയാളികളുടെ ഒരു രീതി അനുസരിച്ച്, അതായത് കേരളത്തിലെയൊക്കെ സ്ഥിതിയാണെങ്കിലും നല്ലൊരു പെയിൻറ്റിങ് അത് വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അത് വലിയ വിലയ്ക്ക് വിറ്റ് പോകും, പക്ഷെ കേരളത്തിൽ കൊണ്ടുവന്നൊരു പെയിൻറ്റിങ് തൂക്കിയാൽ വെറും ഒരു പടമായിട്ട് മാത്രമായിരിക്കും കാണുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകത ഒന്ന് പൈസ കൊടുക്കുന്നതിന് അവർക്ക് വലിയ താല്പര്യമില്ല. വേറെ എല്ലാവരും കാണും. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആ വിധത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. അദ്ദേഹം ചിലപ്പം പറയാം, ഇതൊന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ എനിക്ക് ചില പൈസ കിട്ടുമായിരുന്നല്ലോ. അതിന് എക്സിബിഷൻ നടത്തി സ്ട്രെയിൻ എടുത്താൽ അത് ഈ മലയാളിയുടെ ആ മാനസികാവസ്ഥയാണോ? മലയാളികളുടെ മാനസികാവസ്ഥയാണ്. കാരണം പോസിറ്റീവായിട്ട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. ഒരുപാട് കലകൾ പെട്ടുപടഞ്ഞു കിടക്കുന്ന, പൈതൃകങ്ങൾ പെട്ടുപടഞ്ഞു കിടക്കുന്ന ഒരു നാടാണിത്. ഇവിടെ എത്രമാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ച് പ്രോത്സാഹിപ്പിക്കത്തില്ല, നല്ല വാക്ക് പറയും. എന്നാൽ വെളിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അമേരിക്കക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുമരകത്ത് പോയി ഒരു ആൻറ്റിക് സാധനം വാങ്ങിച്ചിട്ട് പോകും. അവിടെ പോയി വാങ്ങിക്കുക മാത്രമല്ല, അവർ വില നോക്കാറില്ല, വരച്ചതാരാണെന്ന് നോക്കാറില്ല. ഇഷ്ടപ്പെട്ടു എങ്കിൽ ചോദിക്കുന്ന വിലയും കിട്ടുകയും ചെയ്യും. അത് അവരുടെ ഒരു പ്രത്യേകത. നമ്മളെല്ലാം ഇക്കണോമിക്കലി കാണുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണോ? നമ്മുടെ എപ്പോഴും ചിന്താഗതി, നമ്മളൊരു പെയിൻറ്റിങ് കണ്ടാൽ എങ്ങനെ എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ എനിക്ക് നഷ്ടമാകും. ഇത് വിദേശത്ത് പോയാൽ എനിക്കും ഉണ്ടാകും. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരുടെ കാൽക്കുലേഷൻ, അതിന് ഉപയോഗിച്ച പേന അല്ലെങ്കിൽ അതിന് വേണ്ടി വന്ന പൈസ എത്ര മുടക്കമുണ്ട്, അതുപോലെ എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട്. ഒന്നും ആയില്ലല്ലോ, ഇതിന് ഇത്ര സമയം ആയില്ലല്ലോ. ഇപ്പം നമ്മുടെ തന്നെ ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയത് നമ്മൾ കൊടുത്താൽ 20 രൂപ വേണം, 150 രൂപ, അത് വേണ്ടെന്ന് പറയും. ഫ്രീ ആണോ തന്നേക്കാൻ പറയും. ഇത് മലയാളിയുടെ പ്രത്യേകതയാണ്. ഇത് മലയാളികൾ വിദേശത്ത് പോയാലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 1 പൗണ്ട് × 100 1000 രൂപയാണ്, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്, എക്കണോമിയുടെ ഭാഗമാണ്, ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. കയ്യിൽ കാശുണ്ടെങ്കിലും ഈ ആറ്റിറ്റ്യൂഡ് മാറ്റില്ല. കാരണം ഞാൻ പഠിപ്പിക്കാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഷെയറിങ് ഓഫ് ഇൻഫർമേഷനാണ്, ഐഡിയാസാണ്, ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ അടുത്തിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ഞാൻ എൻ്റെ മുഖത്ത് അത് എക്സ്പ്രസ് ചെയ്യും. ആറ്റിറ്റ്യൂഡാണ്. ഇത് തന്നെ മനസ്സിലും ഉണ്ടാവും. ഒരു പെയിൻറ്റിങ് അതിന് വലിയ വിലയൊന്നുമില്ലല്ലോ, ചില സമയം എടുത്തു ചെയ്ത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ തീവ്രമായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. ഇപ്പോൾ നമ്മുടെ തല ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു കാർട്ടൂൺ വരയ്ക്കണമെങ്കിൽ പണ്ട് ക്രിസോസ്റ്റമിനെ കളിയാക്കരുത്. ഞാൻ ചോദിച്ചാൽ എന്താ അതിനുവേണ്ടി കാർട്ടൂൺ വരയ്ക്കുന്നത്? ബുദ്ധിയിലെന്നിട്ട് വെച്ചാന്ന് പറഞ്ഞു. ബുദ്ധി ഉപയോഗിക്കണം, നമ്മുടെ കഴിവ് ഉപയോഗിക്കണം, ഡെഡിക്കേഷനാണ്. അതിനാണ് വില വെക്കേണ്ടത്. അത് വില വെച്ചിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഇത്രയോ നല്ല കുട്ടികൾ വരയ്ക്കുന്നുണ്ട്. നമ്മളാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു കാരണമായി തീരും. അത് നമ്മുടെ മലയാളികളുടെ മൊത്തത്തിലുള്ളൊരു സ്വഭാവമല്ലേ. അതായത് ഇപ്പോൾ ഒരു കുട്ടി വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ഫൈനാൻസിൽ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്ന ഒരു ജോലി കിട്ടുന്നതിനെ സംബന്ധിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡല്ലേ? ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് നമുക്കെല്ലാം വിഷയമാണ്. മലയാളികളായി നമുക്കെല്ലാം സാമ്പത്തിക വിഷയമാണ്. ഇപ്പം അച്ഛനായിരിക്കുക എന്ന് പറയുന്നത് സാലറിയുടെയൊക്കെ വിഷയമുണ്ടായിരുന്നു. ഒരു മുമ്പേ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എനിക്ക് ഇതിൻ്റെ സാലറിയെ പറ്റിയുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുവിശേഷകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ബേസിക് സാലറി 800 രൂപയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഒരു ഇടവകയിൽ പോകുമ്പോൾ 800 രൂപ സാലറി. ഇപ്പോഴാണ് അതൊക്കെ ഡെവലപ്പായത്. എന്ന് പറയുന്ന പോലെ ഈ ഫീൽഡോട്ട് ആരെങ്കിലും വിളിച്ചാൽ പറയുമ്പോൾ സാലറി ഇല്ലല്ലോ. ഇപ്പോൾ കുറച്ചുകൂടെ മാറ്റമായിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു കലാകാരനാക്കി എന്തോ തൊഴിൽ കിട്ടും, എഞ്ചിനീയർ ആക്കി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ
കലാകാരനായിട്ട് അവൻ വളരട്ടെ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള സ്ഥാനവും ഒക്കെ അടക്കമാണ് അല്ലേ? കലാകാരനാണെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം മിമിക്രി കലാകാരന്മാരാണ് ചെയ്യുന്നത്, നമുക്ക് അവരെ പുച്ഛമായിരിക്കും. പക്ഷേ ഇപ്പം അതിന് ഡെവലപ്പ് ഉണ്ടായത് സിനിമയിലേക്ക് കയറിയത് മിമിക്രിക്കാരായിരുന്നു. ഒരു ചവിട്ടുപടിയായിട്ട് കണ്ടതുകൊണ്ടാണ് വന്നത്. എന്ന് പറയുന്ന പോലെ കലയെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ഒരു ചിന്ത, പഠിക്കട്ടെ, അവൻ്റെ കലയെ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾ ശരിക്കും അതാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്. നിന്നിലുള്ള മഹാത്മജി പറഞ്ഞിരിക്കുന്നത് പോലെ, ഗാന്ധി മഹാത്മാ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസം വികസനമാണ്, ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുന്നവനാണ് ഗുരു. ഇത് ദർശനമാണ്. ഒരു കുട്ടിയെ ഞാൻ കണ്ടാൽ നിനക്ക് വരയ്ക്കാൻ കഴിവുണ്ടല്ലോ, ശരി, നീ നന്നായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് നീ നല്ല ഒരു എഞ്ചിനീയർ ആവുകയാണെങ്കിലും അതിൻ്റെ കൂടെ നീ കലാകാരനാകാനുള്ള ശ്രമം ഉണ്ടാകണം. തിരിച്ചും പഠിപ്പിക്കണം. ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് മൾട്ടിമീഡിയ സാധ്യതകളുണ്ട്. ഒരു കലാകാരനായി കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് പഠിക്കാം, ഇലിസ്ട്രേഷൻ പഠിക്കാം, മൾട്ടിമീഡിയയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇഷ്ടം പോലെ കാശ് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ നിന്നൊക്കെ കിട്ടാം. ഇപ്പോൾ നമ്മളൊരു കവർ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും താങ്ക്സ് എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മളൊരെണ്ണം ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ വില 25,000 വരെ ആകാം. ഇപ്പോൾ നമ്മളൊരു കവർ ഡിസൈൻ ചെയ്താൽ അച്ഛാ നന്നായിരിക്കുന്നു, ഓക്കെ അച്ഛാ എന്ന് പറയും. പണം ചോദിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട്. അതേസമയം മൾട്ടിമീഡിയക്കാരനാണെങ്കിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബില്ല് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയും ഓക്കെ 5,000 രൂപയാണ് ഓക്കെ എന്ന് പറയും. ഇതെല്ലാം നമ്മൾ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പറഞ്ഞതുപോലെ. ഈ വര കൂടാതെ ഇപ്പോൾ എഴുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര ലേഖനങ്ങളോ അങ്ങനെ ഇതാണോ? ഞാൻ ലേഖനങ്ങൾ എഴുതുമായിരുന്നു ചെറുപ്പം മുതലേ. കാരണം എനിക്ക് എഴുത്ത് ഭാഷ ലിറ്ററേച്ചറായിരുന്നു. ഇപ്പം ലിറ്ററേച്ചർ ആയിരുന്നത് കൊണ്ട് എഴുത്ത് ഭാഷ നമുക്കുണ്ടായിരുന്നു. സാഹിത്യം, ആംഗ്ലേയ സാഹിത്യം, മലയാളം. ചെറിയ ചെറിയ ലേഖനങ്ങൾ എഴുതി സഭയുടെ മാഗസിനിൽ അത് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പിന്നീട് ആഗ്രഹിച്ചു ഒരു ചെറിയ ഗ്രന്ഥകർത്താവാണ്. ആദ്യത്തെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 13 ബുക്കുകൾ എഴുതി. കമ്മ്യൂണിക്കേഷനുണ്ട്, കാർട്ടൂണിൻ്റെ തന്നെ 2 ബുക്കുണ്ട്. പിന്നെ സഭാ പരിപോഷണം പഠനമാക്കിക്കൊണ്ട് ചില വിഷയങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ പഠിച്ചതുകൊണ്ട് മാസ് മീഡിയ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ചിന്തയിലാണ് എല്ലാ മീഡിയയിലും കൈവച്ചിരിക്കുന്നത്. ഇപ്പോൾ എഴുത്തിൽ 13 ബുക്ക് എഴുതിയിട്ടുണ്ട്. സംവാദം, സംവേദനം ഈ അടുത്ത സമയത്ത് ആനുകാലികങ്ങളെല്ലാം കൂടെ ചേർത്ത് എഴുതി. സഭയുടെ പ്രോത്സാഹനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിവരവിജ്ഞാന വിസ്ഫോടന യുഗത്തിലെ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയായിരുന്നു. അതിന് സഭയുടെ അവാർഡ് കിട്ടിയായിരുന്നു. അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം സഭയുടെ മണ്ഡലം, പരമോന്നത മണ്ഡലത്തിൽ വെച്ച് ഇവിടെ തിരുവല്ലയിൽ വെച്ച് ആദ്യത്തെ ഒരു അവാർഡ് കിട്ടുകയാണ്. അപ്പോൾ എഴുത്ത്, വായന, ഞാൻ പറയും ക്രിസ്തു എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ വാക്കുകൾ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താധാര എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം യേശുവിൻ്റെ, ഞങ്ങളുടെ കർത്താവിൻ്റെ ഒരു കാര്യം വാക്കുകളിലൂടെയും വരയിൽ കൂടെയും സാധിച്ചു. പാപിയായ സ്ത്രീയെ അടുത്തുകൊണ്ട് നിർത്തിയപ്പോൾ എല്ലാവരും ശിക്ഷിക്കണമെന്ന് പറഞ്ഞ സമയത്ത് യേശു നിലത്ത് വരച്ചു. ഞാൻ പറഞ്ഞത് നിലത്ത് എഴുതി. അത് കാർട്ടൂണാവാം, അതുപോലെ തന്നെ എഴുത്താകാം. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എഴുത്തുകാരനാണ്, വരയിൽ കൂടെ, വാക്കുകളിൽ കൂടെ. ശരിക്കും ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ വർണ്ണിച്ചിരിക്കുന്ന പൊയറ്റിക് ലാംഗ്വേജ് തന്നെ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തുവിൻ്റെ ലാംഗ്വേജ് വളരെ ഉപമയിൽ കൂടെ ഒക്കെ പറയുന്നുണ്ട്. വയലേലകളിലെ താമരകളെ നോക്കൂ, ആകാശപ്പറവുകളെ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പാർപ്പിടങ്ങളിൽ എന്താ പറയുന്നത് കൂട്ടിവെക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല ഭാഷയാണ്. ക്രിസ്തുവിൻ്റെ ഒരു ആത്മാവുള്ളിൽ കയറുമ്പോൾ ദൈവാത്മാവിൻ്റെ കൃപയിലാണ് എഴുതുന്നത്. ചുമ്മാ നമുക്ക് എഴുതാൻ പറ്റില്ല, പ്രാർത്ഥിച്ച് ധ്യാനിച്ച്. നമ്മളൊരു ഇൻ്റർവ്യൂ നടന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ അടുത്ത ചാപ്പലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതായത് ഭംഗിയാണ്, അത് കലാകാരന്മാർ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവകൃപ, ഗുരുത്വമൊക്കെ വേണം. അപ്പം നമ്മുടെ രണ്ടുപേരുടെയും മൈൻഡ് ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടാണ് ഞാൻ കാണുന്നത്. ഈ അച്ഛനിപ്പം സൂചിപ്പിച്ച ഈ ക്രിസ്തുവിൻ്റെ ആ പാത പിന്തുടർന്ന് ഇപ്പം നമ്മൾ കാണുന്നത്, ഇപ്പം അച്ഛനൊരു പുരോഹിതനായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, പുരോഹിതന്മാർ തെരുവിൽ കിടന്ന് തല്ലുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ക്രിസ്തുവിനെ എത്രമാത്രം വേദനിപ്പിക്കും അല്ലെ? അതുണ്ടാവുന്നുണ്ട്. അത് എല്ലാ സഭയിലും മതത്തിലും എല്ലാം എല്ലാ കാലഘട്ടത്തിലും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ക്രിസ്തുവാണ് എൻ്റെ പ്രചോദനം. ചില ആളുകൾ പറയുന്നു എനിക്ക് പ്രചോദനം വേറെ എന്താണ്. അപ്പം ഞാൻ പുരോഹിതനായതുകൊണ്ട് മാത്രമല്ല, എനിക്ക് കിട്ടിയ അവബോധം, ഞാനിത് കുപ്പായി ഊരി കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണ്. ആ മനുഷ്യനിലുള്ളൊരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിലും ദൈവത്തിന് കൃപ വേണം. കഴിവതും ആരെയും അപമാനിക്കരുത് എന്നൊരു ചിന്തയുണ്ട്.
മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ. ഇപ്പൊ സഭയുടെയൊക്കെ ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെയ്യരുതാത്ത കാര്യങ്ങളാണ്, പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വാക്കുകളുണ്ട്, അവരുടേതായിട്ടുള്ള നോട്ടമുണ്ട്, അപ്പോൾ അവരുടെ ദർശനമുണ്ട്. നമുക്ക് മനുഷ്യനെ നോവിപ്പിക്കാതെ, ഞാൻ ആദ്യമായി കോളേജിൽ ചെയ്തൊരു ഡ്രാമ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ പഠിച്ച പ്രഗത്ഭനായ, ഇപ്പോഴത്തെ പ്രഗത്ഭനായ ഐസിക്കപ്പിന് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പം മാനുഷ്യാത എന്ന് പറയുന്നൊരു ചിന്താഗതിയാണ് ഞങ്ങളിലേക്ക് അന്ന് ആവാഹിച്ചത്. അരുത് കാട്ടാണ്. അപ്പൊ ഇന്ന് സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളന്ന് ചെയ്തത് സംഭവം തന്നെയാണ്, അരുത് കാട്ടാണ്. അപ്പോൾ ഒരു പ്രാവിനെ കൊല്ലാൻ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വാത്മീക വന്നിട്ട് പറഞ്ഞു അരുത് കാട്ടാണ്. ഇന്ന് സമൂഹത്തിലെല്ലാം തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളതും മറ്റുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളതും നമ്മുടെ ഈ TV സംപ്രേഷണം കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ മെസ്സേജ് മാത്രം, അരുത് കാട്ടാണ്. ചിലപ്പോൾ ഞാൻ കാട്ടുന്ന എന്നിലെ പുരോഹിതൻ കാട്ടാളനാവാം. ഇപ്പോൾ മറ്റുള്ള മനുഷ്യൻ അപജയത്തിലേക്ക് നയിക്കുമ്പോൾ കാട്ടാളൻ്റെ രൂപത്തിലാണ് ഭവിക്കുന്നത്. ഒരു സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരെ മാനിക്കണം. ഒരു പാവപ്പെട്ട ഒരു പക്ഷിയെ എഴുതിടാനായിട്ട് അമ്പ് വെച്ച് നിൽക്കുമ്പോൾ പറയുന്ന മെസ്സേജാണ് മാനുഷ്യാത, അരുത് കാട്ടാണ്. ഞങ്ങളത് ഇങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ കൊടുത്ത് ചെയ്ത സമയത്ത് ജനങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇന്നും അത് ചെയ്യണമെന്നായിരിക്കും. ഈ നാടകത്തിലും ഇതിലുമൊക്കെ പിന്നീട് ഇതിന് ശേഷം പിന്നീട് അഭിനയിക്കുകയോ അല്ല അങ്ങനെ വല്ല തയ്യാറെടുപ്പ്? അച്ഛനായ സമയത്ത് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സെമിനാരി വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പിന്നെ ലിമിറ്റേഷൻസ് അല്ലേ, പിന്നെ അത് സംവിധായകനായിട്ട് മാറുകയാണ്. ഈ മോട്ടിവേഷൻ ക്ലാസിന്റെ കേസ് പറഞ്ഞല്ലോ, അത് ഈ കൂടുതലും കുട്ടികൾക്കാണോ എങ്ങനെയാണോ? കുട്ടികൾക്കാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതിൽ തന്നെ ചില സംഭവങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്. കണ്ടിന്യൂസ് വാച്ചിങ്, കണ്ടിന്യൂസ് യൂസ് ഓഫ് ഫേസ്ബുക്ക്, വാട്സപ്പ്, മൊബൈൽ യൂസ്. അപ്പം അത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ ഇട്ട് കാണിക്കും. അപ്പം ഭയങ്കര അട്രാക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് നമ്മൾ ചിലത് കാണിച്ചു. അത് ഇപ്പോഴും നമ്മിലെ കലാകാരനുണ്ടല്ലോ, അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ വരും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കുന്ന ഒരു സംവിധാനം, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുക. അതിൻ്റെ പ്രധാന ലക്ഷ്യം സ്വാമി വിവേകാനന്ദ പറഞ്ഞിരിക്കുന്നത് മാനവീകരണമാണ്, ഹ്യൂമനൈസേഷനാണ്. അപ്പോൾ അതിന് തലമുറയ്ക്ക് കൊടുക്കണം. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷന് കാരണം മെയിനായിട്ട് ഈ നമ്മുടെ പഴയ കൂട്ടുകുടുംബ സമ്പ്രദായവും രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്തച്ഛന് മുത്തശ്ശി, പിന്നീട് അവിടെയുള്ള അച്ഛനും അമ്മ, അവരെല്ലാം കൂടെ കൂടിയുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ. ഇന്ന് അതൊക്കെ മാറി അണുകുടുംബം എന്ന് പറയുന്ന സങ്കല്പം വന്നപ്പോഴത്തേന് ബന്ധങ്ങൾക്ക് കാര്യമായ വില നൽകുന്നില്ല. അതൊരു ഘടകമാകുന്നില്ല. ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പഴയ കാലത്താണെങ്കിൽ നമ്മൾ അയലോകത്തെ ആളുകളെല്ലാം ബന്ധമുണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രായമുള്ളവരുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ മുമ്പ് പറഞ്ഞ പോലെ മുത്തച്ഛൻ്റെ ഒരു നോട്ടം, ഭാവം അയലോക്കത്തോട് പോകാൻ പറയും. അവിടെ പോയി നമ്മൾ ചില കളികളിൽ ഏർപ്പെടുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓണം വരുന്ന സമയത്ത് അയലോകത്തേക്ക് പോകുന്നു. കുടുംബത്തിൽ തന്നെ നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, പറഞ്ഞു തരുമായിരുന്നു. അയലത്തെ വീട്ടിൽ ഇന്നാരും മരിച്ചു പോകണം, അത് നമ്മളുമായിട്ട് ഇന്ന ബന്ധത്തിലുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ കാർട്ടൂൺ വരച്ച് കാട്ടുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കുന്ന പ്രഗത്ഭരായ ഹൈന്ദവരെ ഞാൻ നോക്കുന്നുണ്ട്. അവർ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ നമ്മളെ പറഞ്ഞു വിടുന്നത് ട്രാൻസാക്ഷനായിരുന്നു. പണം വാങ്ങിക്കാനും കടം വാങ്ങിക്കാനും വിടും. അപ്പോൾ ആളുമായിട്ട് ബന്ധപ്പെടുന്നു, അവരുടെ ഒരു അനുഗ്രഹം കിട്ടുമായിരുന്നു. ഇന്നതില്ല. ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ഒരു പശ്ചാത്തലം സമൂഹത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അപ്പനില്ല, അമ്മയില്ല, അല്ലെങ്കിൽ അപ്പൂപ്പനില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. വലിയച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പം പറഞ്ഞു വിടാനായിട്ട് ഒരാളുണ്ടായി. അവരുടെ സ്ഥാനം ഇപ്പം അനാഥാലയങ്ങളും അല്ലേ? അത് ഭയങ്കര ഒരു ഹൊറിബിളായിട്ടുള്ള സിറ്റുവേഷനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിൽ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു, കൂടുതൽ സമയം നമ്മൾ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, മൂല്യങ്ങൾ പഠിപ്പിക്കണം. അത് ഇന്ന് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ കവർന്നെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ മാധ്യമമല്ല, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സംവിധാനത്തിൻ്റെ പുറകെ പോകുന്ന ആളുകൾ വലിയപ്പച്ചൻ്റെ അടുത്തിരിക്കാനോ മുത്തച്ഛൻ്റെ അടുത്തിരിക്കാനോ സമയം കണ്ടെത്തുന്നില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ കാരണമാണ്. പിന്നെ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഇടമില്ല, കാരണം സൗകര്യങ്ങൾ കൂടി അനുസരിച്ച് ഫ്ലാറ്റുകളിലേക്ക് ചേക്കേറുന്നു. പണ്ടത്തെ ഒരു ഗ്രഹാതുരത്വം വരുത്തുന്ന കുടുംബങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഒരു 4 കെട്ടിനകത്തായിരുന്നു. 4 കെട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരുമിച്ചിരുന്ന് കളിക്കാനും ചിരിക്കാനും ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലെ കാര്യം ഞാൻ പറയും,
ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹൈന്ദവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമായിരുന്നു. അവരൊരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉപ്പേരി തരുന്നു. അപ്പോൾ അത് ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു അതിൻ്റെ പിന്നിൽ അത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ ബോധപൂർവമായ ചില ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇല്ലേ? ഈ അതായത് ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് നടക്കുന്ന അതിനെ ബോധപൂർവം തന്നെ വേണ്ടെന്നാക്കുന്ന ഒരു പ്രവണത പല ബേർഡൻ ആവുന്നുണ്ടായിരിക്കാം. അത് ഇപ്പോൾ അപ്പനൊരു ബേർഡൻ ആണെങ്കിൽ കഴിവതും ഒഴിവാക്കാൻ നോക്കാം. പക്ഷെ അപ്പൻ്റെ മുമ്പിൽ അമ്മ അപ്പനൊരു കാരുണ്യമാണെന്ന് ചിന്തിച്ചാൽ ഇതൊന്നും ഇങ്ങനെ ബോധപൂർവം ചെയ്യത്തില്ല. മുമ്പേ പറഞ്ഞ എന്താ പറയുക, നമ്മൾ പറഞ്ഞ ഈ വൃദ്ധസദനങ്ങൾ കൂടുന്നുണ്ട്. വൃദ്ധസദനങ്ങൾ കൂടുന്നതിൻ്റെ കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ചില ആളുകളുടെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മക്കൾ ഇട്ടിട്ട് പോയി, അവരൊരിക്കൽ പോലും വിളിച്ചു നോക്കാറില്ല. ഇതൊക്കെ മനസ്സിൻ്റെ ഒരു കാഠിന്യമാണ് കാണുന്നത്. എന്നാൽ പണ്ടൊക്കെ ആണെങ്കിൽ അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒരുമിച്ചിരിക്കുന്നു, അവരുടെ സ്നേഹം പങ്കുവയ്ക്കാൻ ഇടയാവുന്നു. അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. മുമ്പേ അച്ഛൻ സൂചിപ്പിച്ച ഒരു സംഗതിയാണ് ഈ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മളെ ഉത്തേജിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? പുരസ്കാരങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ്. നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ ചില പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ആദരിക്കപ്പെടുന്നതിന് നമുക്ക് അംഗീകാരം കിട്ടുന്നു. ഇപ്പോൾ കാർട്ടൂൺ വരച്ച് കഴിയുമ്പോൾ ചില ഇവിടുത്തെ കാർട്ടൂൺ പ്രദർശനം നടത്തുമ്പോൾ അവർ പുരസ്കാരം തരും, അവർ വിളിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അന്നേരം നമുക്ക് അംഗീകാരമാണ് കിട്ടുന്നത്. അംഗീകാരം എല്ലായ്പ്പോഴും ആവശ്യമാണ്. അപ്പൻ്റെ വാക്ക് നമ്മളെ പ്രചോദിപ്പിച്ചു, അമ്മയുടെ വാക്ക് നമ്മളെ പ്രചോദിപ്പിച്ചു. പിതാവ് പറയുന്നത് നല്ലതായിട്ട് വരയ്ക്കുന്നതാ എന്ന് പറയും, എന്നിട്ട് അടുത്തിരിക്കുന്നവരെ കാട്ടും. അതായത് ആദ്യത്തെ എക്സിബിഷൻ അതാണ്. ഇപ്പോൾ പറയും നന്നായിരിക്കുന്നു, അപ്പോൾ നമുക്കൊരു ത്രില്ലാകുന്നു. ഇന്നതുണ്ടോയെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളൊരു കാര്യം ചെയ്താൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അച്ഛന് ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് ഈ മേഖലയിലൂടെ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷം. നമസ്കാരം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.